ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. ഒരു പുതിയ വാർത്താ ദിനത്തിലേക്കാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നത്. ചില ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആകില്ല. വളരെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും ഒന്നും തുടങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. അത്തരത്തിൽ പ്രത്യേകിച്ച് ഒരു വാർത്താ ദിനം എടുത്തു നോക്കുമ്പോൾ ഇന്ന് അത്തരത്തിലൊരു വാർത്താ ദിനമാണ്. നമുക്കറിയാം, നമ്മുടെ എല്ലാം ഉള്ളിലെ നീർന്ന ഒരു നോവായി അവശേഷിക്കുകയാണ് കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുൻ മനു. ആ 8ാം ക്ലാസ്സുകാരൻ്റെ സംസ്കാരം ഇന്നാണ് നടക്കുന്നത്. വിദേശത്തുള്ള അമ്മ ഇന്ന് നാട്ടിലേക്കെത്തും. സ്കൂളിലും വീട്ടിലുമൊക്കെ പൊതുദർശനം ഉണ്ടാകും. വൈകുന്നേരത്തോടു കൂടിയാണ് സംസ്കാര ചടങ്ങ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. സങ്കട കാഴ്ചകൾ മാത്രമാകും ഒരുപക്ഷെ ഇന്നത്തെ വാർത്താ ദിനം പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വാർത്താ ദിനത്തിൻ്റെ ഒരു ശ്രദ്ധാകേന്ദ്രമെന്ന് പറയുന്നത് തന്നെ ഈ വാർത്തയാണ്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് കടക്കണം. മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ എല്ലാം പ്രേക്ഷകരെ ഇന്ന് കാത്തിരിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു വിവരം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് 5 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. വടക്കൻ കേരളത്തിൽ അതിതീവ്രമായ മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണ് നമുക്ക് മുന്നിലുള്ളത്. ഏതൊക്കെ ജില്ലകളിലാണ് റെഡ് അലേർട്ട് ഉള്ളത്, ഏതൊക്കെ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് ഉള്ളത്? ഇന്ന് ചില ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ ജില്ലകളിലാണ് എന്നൊക്കെ വിശദമായി നോക്കാം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന തലക്കെട്ടുകൾ. സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന് ഇന്ന് നാട് വിട ചൊല്ലും. സംസ്കാരം വൈകിട്ട് കൊല്ലം തേവലക്കരയിലെ വീട്ടുവളപ്പിൽ. അമ്മ വിദേശത്ത് നിന്ന് രാവിലെ നാട്ടിലെത്തും. മിഥുന്റെ മരണത്തിൽ പ്രതിഷേധങ്ങൾ തുടരുന്നു. മരണത്തിന് കാരണമായ വൈദ്യുതി ലൈനുകൾ ഇന്ന് നീക്കും. ഇന്നും നാളെയും സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട്. കാസർഗോഡ്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. എറണാകുളത്തും ഇടുക്കിയിലും തൃശൂരും പാലക്കാട്ടും ഓറഞ്ച് അലേർട്ട്. ന്യൂസ് 18 വാർത്ത ഫലം കണ്ടു. ദേശീയപാത 66-ൽ വളാഞ്ചേരി വട്ടപ്പാറയിൽ നിന്ന് കാവുംപുറത്തേക്ക് സർവീസ് റോഡ് തുറന്നു കൊടുക്കാൻ തീരുമാനം. നാട് മുഴുവൻ ചുറ്റാതെ പ്രദേശവാസികൾക്ക് ഇനി വീട്ടിലെത്താം. അധികാരികളുടെ കണ്ണു തുറപ്പിച്ചത് ന്യൂസ് 18 വാർത്തകളും ഞാനുണ്ടിവിടെ ചോദിക്കാൻ പരിപാടിയും. പാർലമെന്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് ഡൽഹിയിൽ. പഹൽഗാം ഭീകരാക്രമണവും ബീഹാറിലെ വോട്ടർ പട്ടിക വിവാദവും ചർച്ചയാക്കും. യോഗം ബഹിഷ്കരിക്കാൻ ആം ആദ്മി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും. ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കാൻ നവീന ശ്രമവുമായി അനന്ത് അംബാനിയുടെ നേതൃത്വത്തിലുള്ള വൻതാര. ബന്നി പുൽമേടുകളിലെ 70 ഹെക്ടറിൽ പുള്ളിമാനുകളെ വിന്യസിച്ചു. ദൗത്യം ഗുജറാത്ത് വനം വകുപ്പുമായി ചേർന്ന്. തേവലക്കരയിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ സംസ്കാരം ഇന്ന് നടക്കുകയാണ്. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് 10 മണിയോടെ മൃതദേഹം സ്കൂളിലെത്തിക്കും. 12 മണിവരെ സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. സഹപാഠികളും അധ്യാപകരും അന്ത്യാഞ്ജലി അർപ്പിക്കും. തുടർന്ന് മൃതദേഹം ശാസ്താംകോട്ടയിലെ വിളന്തറയിലെ വീട്ടിലെത്തിക്കും. തുർക്കിയിൽ നിന്ന് അമ്മ സുജ രാവിലെ 8:50-നുള്ള ഇൻഡിഗോ വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിലെത്തും. ശരണ്യ സ്നേഹജനും ഡാനി പോളും നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരും. ആദ്യം ശരണ്യ സ്നേഹജനിലേക്കാണ് പോകുന്നത്. ശരണ്യ, ഒരുപിടി സങ്കട കാഴ്ചകളാണ് ഇന്നത്തെ വാർത്താ ദിനം പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. മിഥുന്റെ സംസ്കാരം ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പൊതുദർശനം, സംസ്കാര ചടങ്ങ്, അതുകൊണ്ടൊക്കെ ഒരു സമയക്രമം അടക്കമുള്ള വിവരങ്ങൾ ശരണ്യ. തീർച്ചയായിട്ടും അതീവ ദുഃഖകരമായൊരു ദിനം എന്ന് തന്നെ നമുക്ക് പറയാം. 13 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞ് ഇന്ന് ഈ ലോകത്തോട് യാത്ര പറയുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലാണ്. ഇവിടെയാണ് ഈ 13 വയസ്സുകാരനായ മിഥുന്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. 9 മണിയോടുകൂടി ശാസ്താംകോട്ട ഈ ആശുപത്രിയിൽ നിന്നും മൃതദേഹം മിഥുൻ പഠിച്ച സ്കൂളായ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തിക്കും. 9 മണിയോടുകൂടി മോർച്ചറിയിൽ നിന്ന് മൃതദേഹം ഇറക്കും.
നടക്കുമെന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നീടുള്ള പൊതുദർശനമടക്കമുള്ള കാര്യങ്ങൾ നടക്കുക തേവലക്കുര ബോയ്സ് ഹൈസ്കൂളിലാണ്. അതീവ സങ്കടകരമായ കാഴ്ചകൾ തന്നെയാകും ആ സ്കൂളിൽ നിന്നും നമുക്ക് നൽകാൻ കഴിയുകയും ചെയ്യുക. കാരണം വളരെയധികം സജീവമായിരുന്ന, എല്ലാവരോടും വളരെയധികം അടുപ്പം പുലർത്തിയിരുന്ന ഒരു കൊച്ചുകുട്ടി, അവന്റെ ഒരു യാത്രയയപ്പും ആ ഒരു അവസാന ദിവസവും അത് വളരെ ദുഃഖകരമായിരിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ കേരള സമൂഹത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ടാണ് ആ കുഞ്ഞ് യാത്ര പറഞ്ഞത്. ഇങ്ങനെയൊരു അന്ത്യയാത്ര പറയുന്നതിന് വേണ്ടി സ്കൂളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സഹപാഠികളടക്കമുള്ള ആളുകളുടെ കണ്ണീരോടുകൂടിയുള്ള യാത്രാമൊഴിയായിരിക്കും നൽകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു മിഥുൻ ആ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആ പ്രദേശത്തുള്ള നാട്ടുകാർക്കും എല്ലാം തന്നെ എന്ന് പറയാം. ഏറ്റവും ദുഃഖകരം, അമ്മ ഇന്ന് എത്തുന്നു എന്നുള്ളതാണ്. 2 മക്കളെ പോറ്റി വളർത്തുന്നതിന് വേണ്ടി അന്യനാട്ടിലേക്ക് പോയി വീട്ടുജോലി ചെയ്യേണ്ടി വന്ന ആ അമ്മ മടങ്ങിയെത്തുമ്പോൾ തന്റെ കഷ്ടപ്പാടുകളുടെ ഫലമായി, അല്ലെങ്കിൽ താൻ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആകുന്നു എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവരെ തകർത്ത് കളയുന്ന രീതിയിലേക്ക് മകന്റെ മരണം ഇവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ്. സുജ 9 മണിയോടുകൂടി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തുമെന്നുള്ളതാണ്. ബന്ധുക്കൾ അടങ്ങുന്ന 7 അംഗ സംഘം, സുജയുടെ സഹോദരിയും ഇളയ കുഞ്ഞും അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക് പോയിട്ടുള്ളത്. അവിടെ നിന്നും ഏകദേശം 1 മണിയോടുകൂടി വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. വിളന്തറ വലിയ പാടത്തെ ആ വീട്ടിലേക്കാണ് സുജ എത്തുക. ആ സ്ഥലത്ത് തന്നെ, അതായത് ഇതിന്റെ വീട് ഉള്ള ആ സ്ഥലത്ത് ആളുകൾക്ക് ഒരുപാട് നിൽക്കാനോ അല്ലെങ്കിൽ ഒരുപാട് ജനക്കൂട്ടം വന്നാൽ ക്രമീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം സമയം പൊതുദർശനത്തിനായി ക്രമീകരിക്കുക സ്കൂളിൽ തന്നെയായിരിക്കും. അവൻ പഠിച്ച, അവന്റെ പ്രിയപ്പെട്ട ഇടമായ ആ സ്കൂളിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഇന്നും പ്രതിഷേധങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവാൻ ഉള്ള സാധ്യത കണക്കിലെടുത്ത പോലീസ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പൊതുദർശനം കഴിഞ്ഞ് ഏകദേശം 12 മണിയോടുകൂടി മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് കരുതുന്നത്. 1 മണിയോടുകൂടി അമ്മ എത്തുമെന്നുള്ളതാണ്. നമുക്ക് വാക്കുകൾ കൊണ്ട് പോലും പറയാൻ, ആലോചിക്കുമ്പോൾ പോലും വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാണ് ആ ചേതനയേറ്റ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ രൂപം, അല്ലെങ്കിൽ കുഞ്ഞിനെ ആ അമ്മ എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് ഏറ്റവും വലിയ സങ്കടക്കടലായി നമ്മുടെ എല്ലാം മുന്നിൽ നിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 1 മണിയോടുകൂടി വീട്ടിലേക്ക് സുജ എത്തുമെന്നുള്ളതാണ്. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഈ മിഥുന്റെ കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സ്കൂൾ അധികൃതരുമായി ഉള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളുമൊക്കെ ലഭ്യമാകുന്നുണ്ട്. മന്ത്രിമാരടങ്ങുന്ന സംഘങ്ങൾ ഇന്നലെ എത്തിയിരുന്നു, KSEB അധികൃതർ എത്തിയിരുന്നു. ഒപ്പം ഇന്നും അത്തരത്തിൽ യാത്രയെ പടക്കം നൽകുന്നതിന് വേണ്ടി അത്തരം പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. അതിനൊക്കെ അപ്പുറത്തേക്ക് വളരെയധികം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഉൾപ്പെടെ ഒരുപാട് സൗഹൃദങ്ങളുള്ള, എല്ലാവരോടും സംസാരിച്ച് മടങ്ങിപ്പോകുന്ന ആ കുഞ്ഞിനെ കാണാൻ ഒരുപാട് ആളുകൾ, ഒരുപാട് പേർ, നാട്ടുകാർ തന്നെ ആ സ്കൂളിലേക്കും വീട്ടിലേക്കും എത്തുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വൈകിട്ട് 4 മണിയോടുകൂടി, 4 മണിക്ക് ശേഷം സംസ്കാരം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 4 മണിയോടുകൂടി 5 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ച് മൃതദേഹം സംസ്കരിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ചങ്ക് പൊട്ടി ആ അമ്മ തുർക്കിയിൽ നിന്ന് ഇവിടെ വരെ എങ്ങനെ എത്തും എന്നുള്ള വലിയ ആശങ്കയാണ് നമ്മളെല്ലാവർക്കും ഉള്ളത്. നമ്മൾ ആ വേദന ഓർത്ത് നമുക്കെല്ലാവർക്കും അതീവ ദുഃഖമാണ് ഉള്ളത്. ശരണ്യ, ഇപ്പോൾ ഈ നടപടിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കൂടി നമുക്കൊന്ന് പോയാൽ, നമുക്കറിയാം ഇന്നലെ തന്നെ ഹെഡ് മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി വന്നു കഴിഞ്ഞു. ഇതിനപ്പുറം ഇനി സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട എന്തൊക്കെ നടപടികൾ നമ്മൾ പ്രതീക്ഷിക്കണം? മാത്രമല്ല, ഏറ്റവും പ്രധാനം, ഇന്നലെ ബാലാവകാശ കമ്മീഷൻ സ്കൂൾ സന്ദർശിച്ച ശേഷം അടിയന്തരമായി ആ വൈദ്യുതി ലൈൻ, ഈ അപകടക്കെണിയായി മാറിയ, അനാസ്ഥയുടെ സൂചനയായി മാറിയ ആ ഒരു വൈദ്യുതി ലൈൻ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് തന്നെ നീക്കം ചെയ്യുമെന്നുള്ള വിവരമാണ് നമുക്ക് മുന്നിലുള്ളത്, അല്ലേ?
തീർച്ചയായിട്ടും ബാലാവകാശ കമ്മീഷൻ കർശന നിർദ്ദേശം ആ വൈദ്യുതി ലൈൻ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി തന്നെ അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഇന്നിപ്പോ അത് പൂർണ്ണമായും സ്കൂളിൽ നിന്ന് നീക്കം ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം മഴക്കാലമാണ്, വളരെയധികം ഞാന്ന് തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് ആ ലൈൻ പോയിട്ടുള്ളത് എന്നുള്ളതാണ്. കുട്ടികൾക്ക് മരണക്കെണി എപ്പോൾ വേണമെങ്കിലും ഒരുക്കാവുന്ന രീതിയിൽ അത് അവിടെ ഇങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതിൽ കർശനമായ ഒരു നടപടി സ്വീകരിച്ചുകൊണ്ട് KSEB ഇന്ന് ലൈൻ നീക്കം ചെയ്യും എന്നുള്ള വിവരമാണ് നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ സ്കൂൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സ്കൂൾ ഹെഡ് മിസ്ട്രസിനെതിരെ നടപടി ഉണ്ടായിരുന്നു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സുജയെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇതിൽ കൂടുതൽ ഉത്തരവാദികൾ ഉണ്ട് എന്നുള്ള ആരോപണവും പ്രതിഷേധവും ഉയരുന്നുണ്ട്. അതിൽ തന്നെ സ്കൂൾ മാനേജ്മെന്റിന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാനാകില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് അടക്കം നൽകിയ പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർമാർക്കടക്കം ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. കാരണം സ്കൂളിന് ഫിറ്റ്നസ് ലഭ്യമായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. നമുക്കറിയാം പുതിയൊരു അധ്യയന വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ഫിറ്റ്നസ് ആ സ്കൂളിന് നൽകിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. കാരണം ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് ഒരു മേൽക്കൂര നിർമ്മിച്ച ഒരു സൈക്കിൾ ഷെഡിന് മുകളിലായാണ് ഞാന്ന് തൂങ്ങിയ നിലയിൽ ഒരു KSEBയുടെ ആ 3 ഫേസ് ലൈൻ കടന്നുപോയത് എന്നുള്ളതാണ്. അതൊരു വലിയ മരണക്കെണിയും വലിയ ഗുരുതരമായ ഒരു അനാസ്ഥയുമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അത് സ്കൂൾ ഇപ്പോൾ ഈ ഒരു ഹെഡ് മിസ്ട്രസിലേക്ക് മാത്രം പ്രാഥമികമായി തന്നെ അതിനകത്ത് പല ഉദ്യോഗസ്ഥർക്കും പല വകുപ്പുകൾക്കും KSEBയും പൊതുമരാമത്ത് വകുപ്പും അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ അത് വെരിഫൈ ചെയ്ത ആളുകൾക്ക് പിഴവുണ്ട് എന്നുള്ള കാര്യം പ്രാഥമികമായി തന്നെ എല്ലാവർക്കും ബോധ്യമാകുന്നതാണ്. പക്ഷേ അതിനകത്ത് ഇപ്പോൾ അടിയന്തരമായ ഒരു നടപടി വന്നിട്ടുള്ളത് സ്കൂൾ ഹെഡ് മിസ്ട്രസിന് മാത്രം ഉള്ള ഒരു നടപടിയിലേക്കാണ് വന്നിട്ടുള്ളത്. അതൊരു സസ്പെൻഷനിലേക്കാണ് വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ വിവിധ വകുപ്പുകൾക്ക് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. പ്രാഥമികമായി തന്നെ ബോധ്യപ്പെടുന്നതാണ്. അത്തരം നടപടികളിലേക്ക് പോകാത്തതിലുള്ള പ്രതിഷേധം ഇരമ്പുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കൊച്ചുകുട്ടി, അതും ഇങ്ങനെ ഒരു അപകടകരമായ സാഹചര്യത്തിൽ വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ആളുകളും അത്രമേൽ അത് വളരെ പ്രതിഷേധത്തോടു കൂടിയാണ് ആ സംഭവത്തെ നോക്കിക്കാണുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തുടർ ദിവസങ്ങളിലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് തുടർ നടപടികൾ, അതായത് മാനേജ്മെന്റ് എന്ത് നടപടി സ്വീകരിച്ചു, അതായത് സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെ അല്ലെങ്കിൽ ഈ സൈക്കിൾ ഷെഡിന് മുകളിലൂടെ ഇങ്ങനെ ഒരു KSEBയുടെ ലൈൻ കടന്നു പോകുന്ന വിഷയം നേരത്തെ സൂചിപ്പിക്കപ്പെട്ടിട്ടും നടപടി സ്വീകരിക്കാത്ത മാനേജ്മെന്റിനും അതിൽ കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ഒരുപക്ഷെ അതിനകത്ത് ഇടതു സ്വാധീനമുള്ള മാനേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ അതിൽ നടപടി വൈകുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. ആ വിഷയത്തിനകത്ത് കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നൊക്കെ തന്നെ ലഭ്യമാകുന്ന സൂചന. അത്തരം നടപടികൾ ഉണ്ടായില്ലെങ്കിൽ തന്നെ ആ പ്രതിഷേധത്തെ അടക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ജനങ്ങളുടെ പ്രതിഷേധത്തെ, മറ്റ് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെ ഒക്കെ പ്രതിഷേധത്തെ അടക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിശോധിച്ചു വരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്, അധ്യാപകരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. അതിലൊക്കെ ഇന്നിപ്പോ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ദുഃഖാർദ്രമായ അന്തരീക്ഷത്തിലൂടെയാണ് ആ സ്കൂളും പരിസരവും കുഞ്ഞിന്റെ വീടും ഒക്കെ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യം ഒന്നടങ്ങിയതിനു ശേഷം അന്വേഷണ സംഘം വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ആര്യ, തീർച്ചയായും ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ നടപടികൾ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഇന്ന് മിഥുൻ്റെ സംസ്കാര ചടങ്ങാണ്. അപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊക്കെ സ്വാഭാവികമായും നാളത്തെ ദിവസം മുതലായിരിക്കും കൂടുതൽ ഊർജിതമായി നടക്കാൻ പോവുക. ഇന്ന് പൊതുദർശനവും സംസ്കാരവും അതൊക്കെ എത്രത്തോളം ദുഃഖം സമ്മാനിക്കുന്ന, നമുക്കൊക്കെ വേദനയുണ്ടാക്കുന്ന, കണ്ടു നിൽക്കുന്ന നമുക്ക് പോലും വലിയ വേദനയുണ്ടാക്കുന്ന കാഴ്ചയാകുമ്പോൾ മിഥുനെ അടുത്തറിയുന്ന മിഥുൻ്റെ സുഹൃത്തുക്കൾക്ക്, അധ്യാപകർക്ക്, അതിനെല്ലാം അപ്പുറം മിഥുൻ്റെ കുടുംബത്തിന് അതെത്രത്തോളം വലിയ വേദനയാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ദിവസം അത്രത്തോളം വലിയ, നമുക്ക് നമ്മുടെ എല്ലാം ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാകും, നിമിഷങ്ങളാകും നമുക്ക് മുന്നിലേക്ക് ഇനി വരാൻ പോകുന്നത്.
എന്നത് പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ശരണ്യ, നമുക്കറിയാം, ഒരു ഫുട്ബോൾ പ്ലെയർ ആകണമെന്ന് സ്വപ്നം കണ്ട് എപ്പോഴും ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് നടത്തണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിൽ കൂട്ടുകാരെ എപ്പോഴും വട്ടം കൂട്ടി ഒരു പന്തുമായി നടന്നിരുന്ന ഒരു കൊച്ചുമിടുക്കൻ, ഒരുപാട് പ്രതീക്ഷകളോടെ ആ മുറ്റത്ത്, നമ്മളിപ്പോൾ ആ ദൃശ്യങ്ങളിൽ കണ്ട സ്കൂളിൻ്റെ മൈതാനത്ത് പന്ത് തട്ടി നടന്നിരുന്ന മിഥുൻ ഇന്നിപ്പോൾ പുഞ്ചിരി മാഞ്ഞ് ചേതനയേറ്റ് ആ മുറ്റത്തേക്ക് അവസാനമായി എത്തുകയാണ്. നമുക്ക് ഈ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ തന്നെ ആ സഹപാഠികളും അധ്യാപകരുമൊക്കെ ഉള്ളുലഞ്ഞു പോയതും സങ്കടമടക്കാൻ വയ്യാതെ പൊട്ടിക്കരഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് സമാനമായ കാഴ്ചകൾ കാണും എന്നതിൽ ഒരു സംശയവുമില്ല. എന്തായാലും ഈ ഒരു സങ്കട അവസ്ഥ തരണം ചെയ്യാൻ ആ സഹപാഠികൾക്കും അധ്യാപകർക്കും അതിനപ്പുറം ആ കുടുംബത്തിനുമൊക്കെ കരുത്തുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അല്ലേ ശരണ്യ? തീർച്ചയായിട്ടും അത്തരമൊരു പ്രാർത്ഥനകൾ തന്നെയാണ്. നമുക്ക് ആ കുഞ്ഞിനെ നേരിട്ടറിയാവുന്ന ആളുകളല്ല. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നമ്മൾ ആ കുട്ടിയെ കാണുന്നതും അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ അറിയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മളുടെ തന്നെ നെഞ്ചുലയ്ക്കുന്ന ഒരു സംഭവമായി ഇത് മാറി എന്നുള്ളതാണ്. അത്രമേൽ വേദന ഉണ്ടാകുന്നുണ്ട് ഓരോ കുട്ടികൾക്കും, ഓരോ സഹപാഠികൾക്കും, ഓരോ അമ്മമാർക്കും, ഒപ്പം തന്നെ അച്ഛന്മാർക്കും ഒക്കെ നെഞ്ചിൽ തീകോരിയിട്ട് തന്നെയാണ് ഇങ്ങനൊരു വിയോഗം ആ കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരായ നമ്മൾക്ക് പോലും ആ അമ്മ ആ കുഞ്ഞിനെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു വല്ലാത്ത വിഷമം നമ്മുടെ മനസ്സിലുണ്ട്. ആ കാഴ്ച ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു നെഞ്ചിടിപ്പാണ്. പറയാതിരിക്കാൻ കഴിയില്ല. നമ്മൾക്കും മക്കളുള്ളതാണ്, കുട്ടികളുള്ളതാണ്. തീർച്ചയായും ആ ഒരു സമയത്തെ എങ്ങനെ അവർ അഭിമുഖീകരിക്കും എന്നുള്ളത് ആലോചിക്കുമ്പോൾ വളരെ വിഷമകരമായ അവസ്ഥയാണ്. ഇളയ കുഞ്ഞ് അമ്മയെ കൂട്ടിക്കൊണ്ടുവരാനായി അവിടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും മൂത്ത കുട്ടി ചേതനയേറ്റ് ഇവിടെ എങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അമ്മ അവിടെ നിന്ന് ആ എയർപോർട്ട് മുതൽ ഇവിടം വരെ എങ്ങനെ എത്തും? സ്വന്തം ബന്ധുക്കളുടെ അടുത്തേക്ക്, പൂർണ്ണമായി അവരുടെ അടുത്തേക്ക് എത്തുന്ന വരെയുള്ള അവരുടെ അവസ്ഥ, തുർക്കിയിൽ നിന്ന് അവർ യാത്ര ചെയ്ത് ഇവിടേക്ക് വരുമ്പോൾ ഉള്ള അവരുടെ ഒരു മാനസികാവസ്ഥ, ഒറ്റയ്ക്ക് വരേണ്ടി വരുമ്പോൾ ഒരു മാനസികാവസ്ഥ, അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര വേദനയാണ് ഇങ്ങനെ ഒരു അനാസ്ഥ, ഒരു വീഴ്ച മൂലം ആ കുടുംബത്തിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ അമ്മ 12 മണിയോടുകൂടി അമ്മയെ ഇവിടെ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. വരുന്ന വഴിക്കുള്ള വാഹന പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഗതാഗത തടസ്സങ്ങളോ ഒക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടൽ പോലീസിനൊക്കെ നൽകിയിട്ടുണ്ട്. ഇവർ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ നമ്പർ അടക്കം നൽകിയിട്ടുണ്ട്. വാഹനം പെട്ടെന്ന് കടത്തിവിട്ട് നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള, ഇവിടേക്ക് ശാസ്താംകോട്ടയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പോലീസും ഏർപ്പെട്ടിട്ടുണ്ട്. കൊച്ചി മുതൽ ഇങ്ങോട്ടുള്ള യാത്രയിൽ അത്തരത്തിലുള്ള അവരുടെ യാത്രാ സൗകര്യം ഒരുക്കി നൽകുന്നുള്ള ക്രമീകരണങ്ങൾ ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നത്തെ ഏറ്റവും ഉലയ്ക്കുന്ന സംഭവം അതുതന്നെയായിരിക്കും. ആ ഒരു നിമിഷം അവർ ആ വീടിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു നിമിഷം തന്നെയായിരിക്കും. ഒപ്പം കൂടെ കളിച്ച് നടന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരുമായി ചിരിച്ച മുഖത്തോടു കൂടി ഇടപഴകുന്ന, കൂട്ടുകാർക്ക് വേണ്ടി ചിരിച്ച് നടക്കുന്ന ഒരു കുട്ടി, അവൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്കും ആ കുട്ടികൾക്കത് വലിയ ഷോക്കായിരിക്കും എന്നുള്ളതാണ്. ആ സംഭവം, അവിടെ നടന്ന സംഭവം തന്നെ അവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക്, ഓരോ കുഞ്ഞുങ്ങൾക്കും മറക്കാനാവാത്ത, ജീവിതത്തിൽ മറക്കാനാവാത്ത കാഴ്ചകളാണ് അവർക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള വിഷമകരമായ സംഭവമാണ്. അതിനോടൊപ്പം എന്നും ചിരിച്ചു കളിച്ച് ഇടപഴകുന്ന ഒരു കൂട്ടുകാരൻ, അവനോട് ഇങ്ങനെ യാത്ര പറയേണ്ടി വരുന്നത് ആ കുരുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകവും അവരുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്തൊരു കാഴ്ചയും ആയിരിക്കും അത് എന്നുള്ളതാണ്. എന്തായാലും നാടൊന്നടങ്കം ആ ഒരു ദുഃഖം അഭിമുഖീകരിക്കാനായി തയ്യാറെടുക്കുകയാണ്. ആര്യ, തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കേരളക്കര ഒന്നാകെ ഉള്ളുലഞ്ഞ് നിൽക്കുകയാണ്. നമ്മുടെ എല്ലാം ഈ ഘട്ടത്തിലെ വലിയ വേദന, ആശങ്ക എന്ന് പറയുന്നത് ഇപ്പോൾ ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റയ്ക്ക് തുർക്കിയിൽ നിന്ന് ആ അമ്മ ആ ഉള്ളു പെടഞ്ഞ് എങ്ങനെ ഇവിടം വരെ എത്തും, ആ വീട്ടിലേക്ക് എത്തി മകൻ്റെ ചേതനയേറ്റ ശരീരം കാണുമ്പോഴുള്ള ആ വേദന ആ അമ്മ എങ്ങനെ സഹിക്കും എന്നതുകൂടിയാണ്. മിഥുൻ്റെയും അനിയൻ്റെയും ഒക്കെ സ്വപ്നങ്ങൾ നടപ്പാക്കി കൊടുക്കാനും അവർക്ക് നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയുമായിരിക്കുമല്ലോ സ്വാഭാവികമായും ആ അമ്മ വിദേശത്ത് വീട്ടുപണി ചെയ്യുവാൻ വേണ്ടി പോയത്. പക്ഷേ അങ്ങനെ നോക്കി വളർത്തിയ ഒരു മകൻ ഇല്ലാതാകുമ്പോൾ ഉള്ള വേദന നമുക്കെല്ലാം സ്വാഭാവികമായിട്ടും ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സഹപാഠികൾക്ക് കൺമുന്നിൽ അവരുടെ കൂട്ടുകാരൻ ഒരു നിമിഷം പൊടുന്നനെ ഇല്ലാതാകുമ്പോൾ ഉള്ള വേദന, ആ കാഴ്ച കണ്ട അവരുടെ മനസ്സിലുണ്ടാകുന്ന ട്രോമ, ആ വേദനയൊന്നും ഒരിക്കലും മായാതെ അവശേഷിക്കുമെന്നുള്ളതാണ് എന്തായാലും
സ്കൂളിൽ പൊതുദർശനം രാവിലെ 10 മണിയോടുകൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. 12 മണിയോടുകൂടി അമ്മയെ വീട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. 8:50 മിഥുൻ്റെ അമ്മ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങും. മറ്റ് ട്രാഫിക് ബ്ലോക്കുകളിലൊന്നും കുടുങ്ങാതെ എത്രയും വേഗം അമ്മയെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികളൊക്കെ ഇതിനോടകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് വരും നിമിഷങ്ങളിൽ ആ വാർത്തയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. സമാനമായ രീതിയിൽ തന്നെ ഒരു അനാസ്ഥയുടെ മറ്റൊരു വാർത്ത സ്കൂളിൽ നിന്ന് വരികയാണ്. കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ പൂവാറൻതോട് ഗവൺമെന്റ് LP സ്കൂളിലും വൈദ്യുതി ലൈൻ ഭീഷണിയായി നിലനിൽക്കുന്നു എന്നതാണ് വാർത്ത. സ്കൂളിന്റെ ഗ്രൗണ്ടിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാൻ നിരവധി തവണ അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിന് കുറുകെയാണ് വൈദ്യുതി ലൈൻ കടന്നുപോകുന്നത്. പ്രദേശത്ത് വൈദ്യുതി എത്തിയ 2012 മുതൽ ഈ സ്ഥിതിയാണ്. വിഷയം അന്നു മുതൽ നാട്ടുകാർ പലതവണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. എന്നാൽ സാങ്കേതിക തടസ്സം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഉദ്യോഗസ്ഥർ മറുപടി നൽകിയത്. എങ്ങനെയെങ്കിലും പ്രദേശത്ത് വൈദ്യുതി ലഭിക്കട്ടെ എന്ന് കരുതി നാട്ടുകാരും പിന്നീട് സമ്മതം മൂളി. എന്നാൽ 5 വർഷം മുമ്പ് സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് പന്തലിട്ടപ്പോൾ ലൈനിൽ തട്ടി അപകടമുണ്ടായി. അന്ന് ബിജു എന്നയാൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഇതോടെ പഞ്ചായത്ത് അധികൃതർക്കും KSEB ഉദ്യോഗസ്ഥർക്കും വീണ്ടും പരാതി നൽകി. പക്ഷേ ലൈൻ മാറ്റി സ്ഥാപിക്കാൻ 33,000 രൂപ അടയ്ക്കണമെന്ന മറുപടിയാണ് ലഭിച്ചതെന്ന് സ്കൂൾ PTA ഭാരവാഹികൾ പറഞ്ഞു. 2012 കറണ്ട് വന്നതാണ്. അന്നിട്ട ലൈനാണിത്. അന്ന് ഇടുമ്പോൾ തന്നെ ഇവിടെ കറണ്ട് സ്കൂളിന്റെ നടുക്കൂടെ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഒരു പ്രത്യേക അവസ്ഥയിൽ ഇവിടെ വികസനം എത്താത്ത ഒരു വിഷമമുള്ളപ്പോൾ ഏതിലെങ്കിലും എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട്, എന്നാൽ അതിൽ ബോധവാന്മാരായിരുന്ന അധികൃതർ അല്ലെങ്കിൽ അതിന്റെ വേണ്ടപ്പെട്ട എഞ്ചിനീയർമാരൊന്നും അത് സീരിയസ് ആയിട്ട് കണക്കാക്കിയില്ല. ഞങ്ങൾക്ക് അതിന്റെ അപ്പുറത്തേക്ക് പോയി ഒന്നും ചെയ്യാനുള്ള സാഹചര്യവും അന്നില്ലായിരുന്നു. ഒരു പ്രാവശ്യം ഇതിന്റെ ഒരു 5 വർഷം മുമ്പ് വാർഷികത്തിനോടനുബന്ധിച്ച് പന്തലിടുന്ന സമയത്ത് ഈ ലൈനിൽ മുട്ടി അപകടം ഉണ്ടാകേണ്ടതായിരുന്നു. കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ്. മാത്രമല്ല സ്കൂൾ കെട്ടിടത്തിന് 30 വർഷം പഴക്കമുണ്ട്. മേൽക്കൂര ചോർച്ചയും ചുറ്റുമതിൽ ഇടിഞ്ഞതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. കെട്ടിടത്തിന്റെ അവസ്ഥ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. ബിൽഡിംഗ് പരാജയകരമായിട്ടാണ് നിൽക്കുന്നത്. വളരെ മോശമായ രീതിയിലാണ്. കാരണം സീലിംഗ് മൊത്തം പൊളിഞ്ഞ്, പിന്നെ ചോർച്ചയുണ്ട്, ജനലുകളൊക്കെ പോയി കിടക്കുകയാണ്. കാരണം ചെറിയ കുട്ടികളാണ് അതിനെത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ക്ലാസ് ആണത്. ഇതെവിടെയൊക്കെ പരാതി കൊടുത്തു? എങ്ങനെയൊക്കെയാ? ബിൽഡിങ്ങിന് ഏകദേശം ഒരു 30 കൊല്ലത്തെ പഴക്കമുണ്ട്. പരാതി ഞങ്ങൾ പഞ്ചായത്തിലെ VRC-യിലൂടെയൊക്കെ എല്ലാം കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മലയോര മേഖല ആയതുകൊണ്ടാണെന്നും PTA ഭാരവാഹികൾ പറഞ്ഞു. അതിന്റെ പുറകിൽ ഒരു ചുറ്റുമതിലുണ്ട്. അത് ഇടിഞ്ഞ് സ്കൂളിന്റെ ഭിത്തിയുടെ ലെവൽ വരെ എത്തി നിൽക്കുകയാണ്. ഓഫീസിന്റെ നേരെ ബാക്ക് സൈഡാണ്, ഇടിഞ്ഞ് നിൽക്കുകയാണ്. അത് നമ്മൾ പറഞ്ഞാണ് കെട്ടാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഇതിന്റെ വേണ്ടപ്പെട്ട അധികാരികളുടെ അടുത്തേക്ക് എത്തണം എന്നാണ് നമ്മൾ പറയുന്നത്. എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്ത് കിട്ടണം. കാരണം പിന്നീട് ഒരു അപകടം സംഭവിച്ചിട്ട് ഇങ്ങനെ ഒന്നും നമ്മൾ പറയാൻ അവസ്ഥ ഉണ്ടാവരുത്. ഉടനടി പ്രശ്നത്തിന് പരിഹാരം വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 മുക്കം. ഇത്തരത്തിലുള്ള അനാസ്ഥകൾ കൺമുന്നിൽ ഇങ്ങനെ കാട്ടിത്തന്നാലെങ്കിലും കണ്ണു തുറക്കണം എന്നേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. മിഥുനുണ്ടായ ആ ദുരവസ്ഥ ഇനി നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിക്കും ഉണ്ടാകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിരന്തരം എല്ലാവരും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഊന്നി പറയുന്നതും നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നതും. അധികൃതർ കണ്ണു തുറന്നേ മതിയാകൂ. തിരുവനന്തപുരത്ത് കാട്ടാക്കട വീരനാക്കാവിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്തണമെങ്കിൽ സാഹസിക യാത്ര നടത്തണം. നടപ്പാതയിൽ മരച്ചില്ലകൾ കൂട്ടിയിട്ടിരിക്കുന്നതാണ് യാത്രാ തടസ്സം ഉണ്ടാക്കുന്നത്. കാട്ടാക്കട വിരണകാവ് മുതൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെയുള്ള നടപ്പാതയിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മാസങ്ങൾക്ക് മുൻപാണ് മുറിച്ചു മാറ്റിയത്. മരങ്ങൾ പഞ്ചായത്ത് മുറിച്ചു നീക്കിയ ശേഷം അവശിഷ്ടങ്ങൾ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇവ അപകട ഭീഷണി ഉയർത്തുകയാണ്. കാട്ടാക്കടയിൽ നിന്നും നെയ്യാർ ഡാമിലേക്കുള്ള പ്രധാന പാത കൂടിയാണിത്. മരങ്ങൾ മുറിച്ചു മാറ്റിയ അധികൃതർ മരച്ചില്ലകൾ നീക്കം ചെയ്യാൻ കാണിച്ച അനാസ്ഥയാണ് ദുരിതങ്ങൾക്ക് കാരണം. നടപ്പാതകളിൽ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്ന മരച്ചില്ലകളിൽ തട്ടി പ്രഭാത സവാരിക്കാരും വിദ്യാർത്ഥികളും വീഴുന്നത് പതിവാണ്. നടന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാലിൽ ചുള്ളിയെല്ലാം കാലിൽ തട്ട് ഇത്രയും പിള്ളേരുടെ വീണ് നടന്നു പോകണവരും വീഴുന്നുണ്ട്. കാലിലൊക്കെ കൊണ്ട് വണ്ടികളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് നീക്കി തരുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, കാരണം സ്കൂൾ കുട്ടികൾക്കും വാഹനങ്ങൾക്കും വളരെയേറെ ബുദ്ധിമുട്ടാണ്. അത് നീക്കി തരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്തിനെ ബന്ധപ്പെട്ടു.
അപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഉടൻ തന്നെ ഗ്രാമപഞ്ചായത്തോട് ബന്ധപ്പെടുകയും അവിടുത്തെ AEക്ക് ഇത് മാറ്റി തരാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. പക്ഷേ നിരന്തരം നമ്മൾ പൂച്ചൽ പഞ്ചായത്തിലെ AEയെ ബന്ധപ്പെട്ടിട്ടും ഇതിനെ മാറ്റിത്തരേണ്ട നടപടി അദ്ദേഹം ചെയ്യുന്നില്ല. കാരണം വാല്യുവേഷൻ ഇട്ട് തന്നാൽ മാത്രമേ ഇത് മാറ്റാൻ കഴിയുള്ളൂ. അല്ലാതെ സ്കൂളിനോ അല്ലെങ്കിൽ PTAക്ക് ഇടപെട്ടുകൊണ്ട് ഇതിനെ മാറ്റാനായിട്ടുള്ള അനുമതിയില്ല. നിരവധി തവണ നമ്മൾ AE ബന്ധപ്പെട്ടപ്പോഴും തികച്ചും ധിക്കാരപരമായ നിലപാടാണ് AEയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സ്വകാര്യ വ്യക്തികളുടെ ഉൾപ്പെടെ 15-ലേറെ മരങ്ങളുടെ അവശിഷ്ടങ്ങളാണ് റോഡിന്റെ ഇരുവശവുമായി കൂട്ടിയിട്ടിരിക്കുന്നത്. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് തൊഴിലാളികളും ദുരിതത്തിലാണ്. രാവിലെയും വൈകുന്നേരവും ബസ് കയറാൻ വിദ്യാർത്ഥികൾക്കുൾപ്പെടെ റോഡിൽ നിൽക്കണം. മരച്ചിലകൾ അടിയന്തരമായി നീക്കം ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. ന്യൂസ് 18 കാട്ടാക്കട. ഇനിയുമുണ്ട് സ്കൂൾ പരിസരത്തെ അനാസ്ഥകളുടെ വാർത്ത നമുക്ക് മുന്നിൽ. തിരുവനന്തപുരം പാറശാലയിലേക്ക് പോയാൽ സ്കൂളുകൾക്ക് സമീപം സുരക്ഷാവേലി ഇല്ലാത്ത ഹൈമാസ് ലൈറ്റ് ഭീഷണിയാവുകയാണ്. പവർ യൂണിറ്റിന് സുരക്ഷാവേലി ഇല്ലാത്തതാണ് കാരണം. 2 സ്കൂളുകളിലായി 400-ലേറെ കുട്ടികൾ പഠിക്കുന്ന ഇടത്താണ് അധികൃതരുടെ ഈ അനാസ്ഥ. തേവലക്കരയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ചതോടെയാണ് മറ്റ് സ്കൂളുകളിലെ സമാന സാഹചര്യങ്ങളും പുറത്തുവരുന്നത്. പാറശാല വിദ്യാഭ്യാസ ഉപജില്ലയുടെ കീഴിലുള്ള ഡാലുമുക്കത്തുള്ള ഗവൺമെന്റ് LPSനും ജയമാത UPSനും ഇടയിലൂടെ കടന്നുപോകുന്ന റോഡ് വക്കിലാണ് ഹൈമാസ്റ്റ് ലൈറ്റ് ഉള്ളത്. 2017-ൽ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റിന്റെ പവർ യൂണിറ്റിന് സുരക്ഷാവേലി ഒരുക്കാത്തതാണ് ആശങ്കയുണ്ടാക്കുന്നത്. സമീപത്തെ ട്രാൻസ്ഫോർമറിന് സുരക്ഷാവേലിയുണ്ട്. ജയമാത സ്കൂളിന് മുൻവശത്തായി നിൽക്കുന്ന നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഒന്ന് ഹൈമാക്സ് ലൈറ്റിന്റെ പോസ്റ്റ്, മറ്റൊന്ന് ഇലക്ട്രിക് പോസ്റ്റ്. ഇതിൽ രണ്ടിലും അതിന്റെ കണക്ഷൻ കൊടുക്കുന്ന സ്വിച്ച് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ കുട്ടികൾക്ക് കയ്യെത്തും ദൂരത്താണ്. കുട്ടികൾക്കെന്ന് മാത്രമല്ല മുതിർന്നവർക്കും അത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അത് രണ്ടും, ആ മീറ്റർ ബോർഡും ആ സ്വിച്ച് ബോർഡും എല്ലാം അത് ഉയർത്തി സ്ഥാപിച്ച് ഈ പറഞ്ഞതുപോലെ വേലികെട്ടി അത് സുരക്ഷിതമാക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ വിളിച്ചു വരുത്തുന്ന അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും എന്നതാണ് പറയാനുള്ളത്. ഗവൺമെന്റ് LPSന്റെ പ്രധാന ഇരുനില കെട്ടിടത്തിന് സമീപത്തു കൂടി ഒരു ഇലക്ട്രിക് ലൈനും കടന്നുപോകുന്നുണ്ട്. ഇവിടെ മതിയായ സുരക്ഷ വേണമെന്ന് PTA അടക്കം നിരവധി തവണ ആവശ്യമുന്നയിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും അധികൃതർ ചെവിക്കൊണ്ടില്ല. 2 സ്കൂളുകളിലുമായി 400-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അപകടത്തിന് കാക്കാതെ സുരക്ഷാവേലി അടിയന്തരമായി സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ന്യൂസ് 18 പാറശാല. അങ്ങനെ സ്കൂൾ പരിസരത്തെ ഇത്തരത്തിലുള്ള ശ്രദ്ധക്കുറവ്, അനാസ്ഥകളൊക്കെ അതിൻ്റെ വാർത്തകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് മറ്റ് വാർത്തകളിലേക്ക് കൂടി കടക്കാം. എറണാകുളം വടുതലയിൽ അയൽവാസി സ്കൂട്ടർ തടഞ്ഞു നിർത്തി തീ കൊളുത്തിയതിനെ തുടർന്ന് പൊള്ളലേറ്റ ദമ്പതികളുടെ നില ഗുരുതരം. വടുതല സ്വദേശി ക്രിസ്റ്റഫർ, മേരി എന്നിവരാണ് സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഉള്ളത്. ക്രിസ്റ്റഫറിന് 50%-ലേറെ പൊള്ളലുണ്ട്. തീ കൊളുത്തിയ ശേഷം ജീവനൊടുക്കിയ വില്യമിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ രാവിലെ നടക്കും. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണ കാരണം. പൊള്ളലേറ്റ ശരീരവുമായി ക്രിസ്റ്റഫറും മേരിയും ആശുപത്രിയിലേക്ക് എത്തുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇനി മഴ വിവരങ്ങൾ നമുക്കൊന്ന് നോക്കാം. വടക്കൻ കേരളത്തിൽ ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പാണുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം എന്നീ 5 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് ഉള്ളത്. പാലക്കാട്, തൃശൂർ, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ശക്തമായ മഴ ഉണ്ടാകും. ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. കനത്ത മഴ കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണിന്ന്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. റെസിഡൻഷ്യൽ സ്കൂളിനും കോളേജുകൾക്കും ഈ അവധി ബാധകമല്ല. പക്ഷേ ഈ ജില്ലകളിലെ ട്യൂഷൻ സെന്ററുകൾക്കും മദ്രസകൾക്കും അടക്കം ഈ അവധി ബാധകമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ദേശീയപാത 85-ന്റെ നിർമ്മാണം തടഞ്ഞ നടപടിക്കെതിരെ ജനകീയ പ്രതിഷേധത്തിനൊരുങ്ങി വിവിധ സംഘടനകൾ. നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള 14 കിലോമീറ്റർ ദൂരം ദേശീയപാതയുടെ വികസനമാണ് കോടതി വിധിയെ തുടർന്ന് വനം വകുപ്പ് തടഞ്ഞത്. ജൂലൈ 31-ന് നേര്യമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ സമിതി ലോങ് മാർച്ച് സംഘടിപ്പിക്കും. ദേശീയപാത 85-ന്റെ നിർമ്മാണ പ്രവൃത്തികൾ വനം വകുപ്പ് തടഞ്ഞത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വനം വകുപ്പിന്റെ ഇടപെടൽ.
നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഹൈക്കോടതി വിലക്കിയിരിക്കുന്നത്. വിഷയത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ 31-ന് നേര്യമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് ലോങ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് വിവിധ സംഘടനകൾ അറിയിച്ചു. ഈ ഹൈറേഞ്ചിന്റെ ആകമാനമുള്ള വളർച്ചയ്ക്ക് തുരങ്കം വെക്കുന്ന സങ്കുചിതമായ താല്പര്യങ്ങളോടുകൂടി ജീവിക്കുന്നവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളുമായി കോടതിയെ സമീപിക്കാനാവുകയുള്ളൂ. അത്തരക്കാരെ നമ്മൾ കണ്ടെത്തുകയും അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള അവഗണനകൾ നൽകി ഈ സമൂഹത്തിൽ അവരെ മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ദേശീയപാതയിൽ 6-ാം മൈൽ ഫോറസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിക്കും. നേര്യമംഗലം ഫോറസ്റ്റ് ഓഫീസ് പടിക്കൽ ധർണയും നടക്കും. ഇടുക്കി രൂപത, യാക്കോബായ സഭ, അതിജീവന പോരാട്ടവേദി, ദേശീയപാത സംരക്ഷണ സമിതി ഉൾപ്പെടെ വിവിധ സംഘടനകൾ സമരത്തിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഗുജറാത്തിലെ ബന്നി പുൽമേടുകളിലെ ജൈവ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ അനന്ത് അംബാനിയുടെ വൻതാര. ഗുജറാത്ത് വനംവകുപ്പിനൊപ്പം കൈകോർത്ത് 70 ഹെക്ടർ സംരക്ഷിത പ്രദേശത്ത് 20 പുള്ളിമാനുകളെ വിന്യസിച്ചു. ജാംനഗറിലെ ഗ്രീൻ സുവോളജിക്കൽ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്നാണ് പുള്ളിമാനുകളെ എത്തിച്ചത്. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ 2.618 സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നതാണ് ബന്നി പുൽമേടുകൾ. ഏഷ്യയിലെ ഏറ്റവും വലുതും പാരിസ്ഥിതിക പ്രാധാന്യമുള്ളതുമായ പുൽമേടുകളാണിവ. അതേസമയം ഏഷ്യയിലെ ഏറ്റവും ദുർബലമായ ആവാസ വ്യവസ്ഥകളിലൊന്നും ഇവിടെ തന്നെ. ഏറ്റവും പുതിയ സർവേകൾ പ്രകാരം 12 സസ്തിനകളുടെ സാന്നിധ്യം പുൽമേടുകളിലുടനീളം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 മാംസഭുക്കുകളും 2 സസ്യഭുക്കുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഇന്ത്യൻ ഫോക്സ്, ഇന്ത്യൻ വൂൾഫ് പോലുള്ള വന്യജീവികളെയും ബന്നി പുൽമേടുകളിൽ കാണാൻ കഴിയും. മേഖലയിലെ ജൈവ വൈവിധ്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഗുജറാത്ത് വനം വകുപ്പിന്റെ അടിയന്തര നടപടി. ഇതിനായി അനന്ത് അംബാനിയുടെ വന്യജീവി സംരക്ഷണ പുനരധിവാസ കേന്ദ്രമായ വൻതാരയുമായി ചേർന്ന് നിരവധി പഠനങ്ങളും നടത്തിയിരുന്നു. തുടർന്നാണ് 70 ഹെക്ടർ സംരക്ഷിത പ്രദേശത്ത് 20 പുള്ളിമാനുകളെ വൻതാര വിന്യസിച്ചത്. വൻതാരയുടെ തന്നെ ജാംനഗറിലുള്ള ഗ്രീൻ സുവോളജിക്കൽ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്നാണ് പുള്ളിമാനുകളുടെ വരവ്. പ്രത്യേകമായി സജ്ജീകരിച്ച ആംബുലൻസുകളിലാണ് പുള്ളിമാനുകളെ ബന്നി പുൽമേട്ടിൽ എത്തിച്ചത്. ഗുജറാത്ത് വനം വകുപ്പിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു ഇവയുടെ വിന്യാസം. ഇതിനുള്ള സാങ്കേതിക പിന്തുണ വൻതാര നൽകി. വന്യജീവി സംരക്ഷണത്തിൽ വൻതാരയുടെ പങ്ക് അടയാളപ്പെടുത്തുന്നതായിരുന്നു പദ്ധതി. കഴിഞ്ഞ മാർച്ചിലാണ് വൻതാരയുടെ ജാംനഗറിലുള്ള വന്യജീവി രക്ഷാ പുനരധിവാസ സംരക്ഷണ കേന്ദ്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇപ്പോൾ മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം മടങ്ങി വരാം. വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ആദ്യ പാദത്തിൽ റിലയൻസ് ഇൻഡസ്ട്രീസിന് ലാഭത്തിൽ 78.31% വർധന രേഖപ്പെടുത്തി. ലാഭം 26,994 കോടി രൂപയിലേക്ക് കുതിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് മൊത്തം അറ്റാദായം 76.5% വർദ്ധിച്ചു. ജിയോ പ്ലാറ്റ്ഫോംസിന്റെ അറ്റലാഭത്തിൽ 25% വർധനവ് രേഖപ്പെടുത്തി. അറ്റാദായം 7,710 കോടി രൂപയാണ്. ജിയോ മൊത്തം വരിക്കാർ 498.1 ദശലക്ഷമായി ഉയർന്നു. 9.9 ദശലക്ഷം വരിക്കാരെയാണ് പുതുതായി കൂട്ടിച്ചേർത്തത്. ജിയോ ട്രൂ 5G ഉപഭോക്താക്കളുടെ എണ്ണം 212 ദശലക്ഷത്തിലേക്ക് കുതിച്ചു. 500-ലധികം ടൈറ്റിലുകളുമായി ജിയോ ഗെയിംസ് ലോഞ്ച് ചെയ്തു. റിലയൻസ് റീറ്റെയിലിന്റെ വരുമാനത്തിൽ 11.3% വർധനവ് ഉണ്ടായി. 84,171 കോടി രൂപയാണ് വരുമാനം. ജിയോ റീറ്റെയിൽ ഉപഭോക്തൃ അടിത്തറ 358 ദശലക്ഷമായി ഉയർന്നു. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് കടന്നാൽ പ്രേക്ഷകർക്ക് അറിയാം, ഈ സർവകലാശാലയിലെ അസാധാരണമായ പോര്, ഒരു ഭാരതാംബ ചിത്രത്തെ തുടർന്ന് തുടക്കമിട്ട ഒരു പോരാണത്.
നമുക്കറിയാം സർക്കാർ ഗവർണർ തലത്തിൽ തുടങ്ങി അത് പിന്നീട് സമാന്തരമായി തന്നെ സർവകലാശാലയിൽ ഗവർണറും തമ്മിലുള്ള ഒരു പോരായി അത് VC രജിസ്ട്രാർ പോരിലേക്ക് പോയി. പിന്നെ അസാധാരണമായ ഭരണ പ്രതിസന്ധിയാണ് സർവകലാശാലയിൽ ഉണ്ടായത്. സർവകലാശാലയുടെ പ്രവർത്തനം അപ്പാടെ താളം തെറ്റി, വലിയ പ്രതിഷേധങ്ങളൊക്കെ അവിടെ നടന്നു. അങ്ങനെ എല്ലാ ബഹളങ്ങൾക്കും ഒടുവിൽ ഇപ്പോൾ കാര്യങ്ങൾ രമ്യതയിലേക്ക് എത്തുന്നു എന്നതാണ് മുന്നിലുള്ള സൂചന. കേരള സർവകലാശാല VC രജിസ്ട്രാർ തർക്കം ഒത്തുതീർപ്പിലേക്ക് എത്തുന്നു. ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയാൽ മുഖ്യമന്ത്രി ഗവർണറെ കാണുമെന്നാണ് വിവരം. കൂടിക്കാഴ്ചയിൽ സർവകലാശാല വിഷയവും ചർച്ചയായേക്കുമെന്ന് മന്ത്രി R. ബിന്ദു ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ഗവർണറുടെ നിർദ്ദേശപ്രകാരം VC ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഈ പ്രതികരണം. നാടിന് ഭീഷണിയായ ചെങ്കൽ ക്വാറിയുടെ പ്രവർത്തനത്തിനെതിരെ നാട്ടുകാർ. പാലക്കാട് വിളയൂർ പുലാശ്ശേരി വട്ടപ്പറമ്പിലെ ചെങ്കൽ ഖനനമാണ് ജനങ്ങളെ ആശങ്കയിലാഴ്ത്തുന്നത്. വിളയൂരിലാണ് ഒരു നാടിനെയൊന്നാകെ ഭീതിയിലാക്കി വർഷങ്ങളായി ചെങ്കൽ ഖനനം നടക്കുന്നത്. കൊപ്പം വിളയൂർ പഞ്ചായത്തുകളുടെ അതിർത്തി പങ്കിടുന്ന പുലാശ്ശേരി വട്ടപ്പറമ്പിലാണ് ക്വാറിയുള്ളത്. പാരിസ്ഥിതിക പ്രത്യാഘാതമുണ്ടാക്കുന്ന ക്വാറി പ്രവർത്തനം നിർത്തിവെക്കണമെന്നാണ് ആവശ്യം. നടപടി ഉണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് ജനകീയ കൂട്ടായ്മയുടെ തീരുമാനം. കൊപ്പം പഞ്ചായത്തിലെ പുലാശ്ശേരി, വിളയൂർ പഞ്ചായത്തിലെ എടപ്പലം, തെക്കുമുറി, മൈത്രി നഗർ നിവാസികൾക്കാണ് ക്വാറിയുടെ പ്രവർത്തനം ഭീഷണിയാകുന്നത്. നിലവിൽ പ്രവർത്തിക്കുന്ന ക്വാറിക്ക് സമീപത്തായി അനധികൃതമായി മറ്റൊരു ചെങ്കൽ ക്വാറി കൂടി ഉണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ക്വാറിയിൽ നിന്നും വലിയ ലോറികൾ നിരന്തരം സഞ്ചരിച്ച് ഗ്രാമീണ പാതകൾ തകർന്ന് തരിപ്പണമായി. വാർഷിക പദ്ധതിയിൽ ഫണ്ട് വെച്ചിട്ടാണ് ഈ റോഡുകളൊക്കെ ജൽജീവൻ മിഷൻ കേടുവരുത്തിയ റോഡുകൾ അടക്കപ്പോൾ നമ്മൾ നേരെയാക്കിയത്. ആ നേരെയാക്കിയ റോഡിൽ കൂടെ കംപ്ലീറ്റ് 100 കണക്കിന് വാഹനങ്ങൾ പോയി റോഡൊക്കെ നാശമായി. ഒരു 3 മാസം 4 മാസം മുൻപേ ഞങ്ങളിവിടെ ഇതിൻ്റെ ആളുകൾ, ഈ കോറിയുടെ ആളുകളുടെ അടുത്ത് വന്ന് ഞങ്ങൾ സംസാരിക്കേണ്ടായി. നിങ്ങളൊന്ന് പഞ്ചായത്തിൽ വന്ന് കൃത്യമായി ഇത് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇവിടുത്തെ ആളുകളുടെ ആവശ്യപ്രകാരം. പക്ഷേ ഇന്ന് ഞങ്ങളിവിടെ കയറി ഇവിടെ വരുന്നത് വരെ ഗ്രാമപഞ്ചായത്തിൽ വരികയോ അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാരായിട്ടൊരു ചർച്ചയ്ക്ക് തയ്യാറാകുകയോ ഈ കോറിയുടെ ഉടമസ്ഥർ തയ്യാറായിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ഇനി ഒരു തീരുമാനം ഇവിടുത്തെ നാട്ടുകാരുടെയും ഒക്കെ ആവശ്യപ്രകാരം ഇനി അവർ വന്ന് സംസാരിച്ച് റോഡ് പണി നേരെയാക്കി തരിക, അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മളിനി ഇവിടെ കോറി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുക. ക്വാറിയിൽ നിന്ന് അനുവദിച്ചതിൽ കൂടുതൽ കല്ലുകൾ പോകുന്നതായും നാട്ടുകാർ പറയുന്നു. ക്വാറി പ്രവർത്തിക്കുന്നത് ചളമ്പ്ര കുന്നിന്റെ ഒരു ഭാഗത്താണ്. കഴിഞ്ഞ പ്രളയകാലത്ത് ചളമ്പ്ര കുന്നിൽ മണ്ണൊലിപ്പുണ്ടായിരുന്നു. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഭീതിയിലാണ് നാട്ടുകാർ. ന്യൂസ് 18 പാലക്കാട്. കണ്ണൂർ എട്ടിക്കുളം പാലക്കോട് അഴിമുഖത്ത് മത്സ്യബന്ധന യാനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാവുകയാണ്. അഴിമുഖത്തെ മണൽത്തിട്ടയിൽ ഇടിച്ചാണ് വള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നത്. 3 ദിവസങ്ങളിലായി 3 വള്ളങ്ങളാണ് പാലക്കോട് അഴിമുഖത്ത് മണൽത്തിട്ടയിലിടിച്ച് മറിഞ്ഞത്. വേലിയേറ്റ നേരത്ത് മണൽത്തിട്ടകളിൽ വെള്ളം മൂടുമ്പോൾ അപകട സാധ്യത തിരിച്ചറിയാൻ പറ്റാത്തതാണ് അപകടമുണ്ടാക്കുന്നത്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി 26.5 കോടി രൂപ ചെലവിൽ ഇവിടെ പുലിമുട്ട് നിർമ്മാണം നടക്കുകയാണ്. രൂക്ഷമായ കടലാക്രമണമുള്ള പ്രദേശമായതിനാൽ അഴിമുഖത്ത് ഇടയ്ക്കിടെ മണൽത്തിട്ടകൾ രൂപപ്പെടുന്നത് ഒഴിവാക്കാനും അപകടങ്ങൾ കുറയ്ക്കാനുമാണ് പുലിമുട്ട് നിർമ്മാണം തുടങ്ങിയത്. എന്നാൽ 4 വർഷമായിട്ടും പൂർത്തിയായിട്ടില്ല. ഇതാണ് അഴിമുഖത്ത് മണ്ണടിയാൻ കാരണം. പാലക്കോടെയും പുതിയങ്ങാടിയിലെയും 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് മണൽത്തിട്ട ഭീഷണിയാണ്. മത്സ്യബന്ധനത്തിന് ശേഷം അഴിമുഖം കടന്നു വേണം വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും പാലക്കോട് പുഴയിലെ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ എത്താൻ. എത്രയും വേഗം അഴിമുഖത്തെ മണൽത്തിട്ടകൾ നീക്കം ചെയ്യുകയും പുലിമുട്ട് നിർമ്മാണം പൂർത്തിയാക്കുകയും വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. ന്യൂസ് 18 പയ്യന്നൂർ. ഇടുക്കി കാമാക്ഷി പഞ്ചായത്ത് റോഡ് വക്കിൽ നിർമ്മിച്ച കമാനം അപകട ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ. 11 kV വൈദ്യുതി ലൈനോട് ചേർന്ന് കമാനം സ്ഥാപിക്കുമ്പോൾ തന്നെ നാട്ടുകാർ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയിരുന്നുവെങ്കിലും അധികൃതർ പരിഗണിച്ചില്ല എന്നും ദുരന്തങ്ങൾ വിളിച്ചു വരുത്താതെ കമാനം പൊളിച്ചു മാറ്റണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇടുക്കി കാമാക്ഷി പഞ്ചായത്ത് തങ്കമണി ടൗൺ മോടി പിടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുതുതായി കമാനം സ്ഥാപിച്ചത്. 100 കണക്കിന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇപ്പോഴും നടന്നുപോകുന്ന വഴിയിലാണ് കമാനം നിർമ്മിച്ചത്. ഇരുമ്പ് കേഡറിൽ പണിതുയർത്തിയ കമാനം 11 kV വൈദ്യുതി ലൈനോട് ചേർന്ന് കടന്നുപോകുന്നത് വലിയ അപകട ഭീഷണി ഉയർത്തുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു. വലിയ അപകടം ഉണ്ടാക്കാൻ വേണ്ടി അത് നിർമ്മിക്കുമ്പോൾ
ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ പഞ്ചായത്ത് കമ്മിറ്റിയോട് പറഞ്ഞതാണ്, ഉണ്ടാവരുത്, അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള. നിരവധി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു പ്രശ്നം, നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പ്രശ്നം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡറുണ്ട്, റോഡ് മറഞ്ഞു വരുന്ന ആളുകൾക്ക് കാഴ്ച വരുന്ന രീതിയിൽ, റോഡ് വരുന്ന രീതിയിൽ കട്ടൗട്ടർ വെക്കാൻ പാടില്ല, രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ പോലും വെക്കാൻ പാടില്ല. അപ്പോഴാണ് ഇതൊക്കെ പാലിക്കേണ്ട പഞ്ചായത്ത്, അതങ്ങനെ നിയമലംഘനം ഉണ്ടായാൽ ഹൈക്കോടതി നിയമം പാലിക്കേണ്ട ബാധ്യതയുള്ള പഞ്ചായത്ത് റോഡിൽ കൊണ്ടുപോയി കമാനം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. 5 ലക്ഷം രൂപ വീതം ചെലവഴിച്ച് പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കമാനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ തങ്കമണി ടൗണിൽ കമാനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചപ്പോൾ തന്നെ നാട്ടുകാർ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടിയിരുന്നു. വൈദ്യുതി ലൈനിനോട് ചേർന്നുള്ള അശ്രദ്ധമായ നിർമ്മാണങ്ങൾ വലിയ അപകടങ്ങൾക്ക് ഇടയാക്കുമെന്ന നിരവധി സംഭവങ്ങൾ പുറത്തുവരുമ്പോഴാണ് പഞ്ചായത്തിന്റെ ഈ പ്രവൃത്തി. ക്രമവിരുദ്ധമായ നിർമ്മാണങ്ങൾ തടയാൻ ബാധ്യതയുള്ള കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് തന്നെ നാട്ടുകാർക്ക് ഭീഷണിയുമായി ഇത്തരത്തിലുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. അടിയന്തരമായി കമാനം പൊളിച്ചുമാറ്റി അപകട സാധ്യത ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. കായകൽപ്പ് പുരസ്കാര നിറവിൽ വീണ്ടും പാലക്കാട് കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം. ശുചിത്വം, മാലിന്യ സംസ്കരണം, അണുബാധ നിയന്ത്രണം എന്നിവയിൽ മികവ് പുലർത്തിയതിനാണ് ഈ അംഗീകാരം. തുടർച്ചയായി 3ാം തവണയാണ് ഈ ആശുപത്രി ഈ നേട്ടം കൈവരിക്കുന്നത്. സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് കായകൽപ്പ്. പാലക്കാട് മികച്ച പ്രവർത്തനം നടത്തി 3ാം തവണയാണ് കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രം നേട്ടം കൈവരിക്കുന്നത്. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ശുചിത്വം, മാലിന്യ സംസ്കരണം, അണുബാധ നിയന്ത്രണം എന്നിവയിൽ മികവ് പുലർത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾക്കാണ് പുരസ്കാരം. ശുചിത്വ പരിപാലനവും രോഗികൾക്ക് മികച്ച സേവനവും ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയതിനാണ് അവാർഡ്. പുരസ്കാരം നേടിയ ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അനുമോദിച്ചു. ഓരോ തദ്ദേശ സ്വയംഭരണ വകുപ്പൊക്കെ ഇത്തരത്തിൽ ഫണ്ടുകൾ ഏർപ്പെടുത്തുമ്പോൾ കൃത്യമായി ചെലവഴിക്കണമെങ്കിൽ നമ്മളൊരു ഉദ്യോഗസ്ഥരെ നമ്മളായ പ്രവർത്തനം ആവശ്യമാണ്. കായകൽപ്പ് പുരസ്കാര മാനദണ്ഡത്തിൽ 74% മാർക്കാണ് ആശുപത്രി നേടിയത്. കഴിഞ്ഞ തവണ ഇത് 70%. ദേശീയ തലത്തിൽ ആശുപത്രികളുടെ ഗുണനിലവാരവും രോഗികൾക്ക് നൽകുന്ന സേവനങ്ങളും വിലയിരുത്തുന്ന പുരസ്കാര നിർണയത്തിലും കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം ഉൾപ്പെട്ടിട്ടുണ്ട്. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും മികച്ച നേട്ടവുമായാണ് കൊപ്പം ആശുപത്രി ദേശീയ തലത്തിലും പരിഗണിച്ചിരിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചില്ലേ, എറണാകുളം വടുതലയിലുണ്ടായ അയൽവാസിയുടെ ആക്രമണത്തെക്കുറിച്ച്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അയൽവാസി സ്കൂട്ടർ തടഞ്ഞു നിർത്തി തീ കൊളുത്തിയതിനെ തുടർന്ന് പൊള്ളലേറ്റ ദമ്പതികളുടെ നില ഗുരുതരമായി തുടരുകയാണ്. വടുതല സ്വദേശി ക്രിസ്റ്റഫർ, മേരി എന്നിവരാണ് സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ഇപ്പോൾ ഉള്ളത്. ക്രിസ്റ്റഫറിന് 50%-ലേറെ പൊള്ളലേറ്റിട്ടുണ്ട്. തീ കൊളുത്തിയ ശേഷം ജീവനൊടുക്കിയ വില്യമിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഇന്ന് രാവിലെ നടക്കും. ഒരു വ്യക്തിവൈരാഗ്യമാണ് ഈ ആക്രമണത്തിന് കാരണം. ഈ പൊള്ളലേറ്റ ശരീരവുമായി ക്രിസ്റ്റഫറും മേരിയും സ്കൂട്ടറിൽ ആശുപത്രിയിലേക്ക് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇവർ ഈ പൊള്ളലേറ്റ ശേഷം എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. ഈ ദമ്പതികളുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടുണ്ടോ? എന്താണ് പോലീസ് ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതലായി പറയുന്നത്? ഇത് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. രണ്ടുപേർക്ക് 50%-ലേറെ പൊള്ളലേറ്റിട്ടുണ്ട്. ഇതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മേരിയുടെ ആരോഗ്യനില കുറച്ച് ഗുരുതരമായിട്ട് തുടരുന്നു എന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആശുപത്രിയിൽ നിന്നുള്ള ഒരു വിവരങ്ങൾ അത് തന്നെയാണ്. രണ്ടുപേർക്കും 50%-ലേറെ പൊള്ളലുണ്ട്. ക്രിസ്റ്റഫറിനും മേരിക്കും. അതിൽ മേരിയുടെ നിലത്തിൽ അല്പം ഗുരുതരമാണ് എന്നൊരു വിവരം കൂടി ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇവരെ തീ കൊളുത്തിയ വില്യം ഇന്നലെ ആത്മഹത്യ ചെയ്തിരുന്നു. വില്യത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികളടക്കമുള്ള കാര്യങ്ങളും പുരോഗമിക്കുകയാണ് എന്ന്. ഒപ്പം ഇവരെ ഒരു അയൽപക്കത്തെ ഒരു തർക്കമാണ് ഈ രീതിയിലേക്കുള്ള ഒരു കൊടും ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. കുറെ നാളുകളായി ഇവര് തമ്മിൽ ഒരു അസ്വസ്ഥതകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൽ നിരവധി തവണ പരാതികൾ നൽകിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് വില്യമിനെതിരെ മറ്റ് അയൽ വീടുകളെല്ലാം തന്നെ പരാതി പലതവണ നൽകിയിട്ടുണ്ട്. ഒരു സ്ഥിരം ശല്യക്കാരൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് സമീപവാസികളും ജനപ്രതിനിധികളും തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. പിന്നീട് ഇവര് ഈ സ്ഥിരം ശല്യം ഉണ്ടാക്കുന്നതോടെ CCTV അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ഇതാണ് ഇയാളെ കൂടുതൽ പ്രകോപിതനാക്കിയത്. തുടർന്നാണ്
ഇന്നലെ അവർ ഒരു പള്ളി പെരുന്നാളിന് അതിൽ പങ്കെടുത്ത ശേഷം തിരികെ ആ വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് തടുത്തു നിർത്തിയ ശേഷമാണ് അവരെ തീ കൊളുത്തുന്നത്, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയെല്ലാം തന്നെ ചെയ്യുന്നത്. ഏതായാലും ഈ വിഷയം വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. നഗരമധ്യത്തിൽ നടന്ന ഒരു സംഭവം. സമീപത്തെ ആശുപത്രിയിൽ ഇവരെ രണ്ടുപേരെയും, ക്രിസ്തുവിനെയും മേരിയും വളരെ പെട്ടെന്ന് എത്തിക്കാൻ സാധിച്ചുവെങ്കിലും വലിയ രീതിയിൽ തന്നെ അവർക്ക് പൊള്ളലേറ്റിരുന്നു. 50% പൊള്ളലേറ്റ് ഇവർക്കും ഏറ്റിരുന്നു. ഇതിൽ മേരിയുടെ നില ഗുരുതരമായി തുടരുന്നു എന്നതാണ്. യെസ്, ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എറണാകുളം വടുതലയിലാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. അയൽവാസി വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് സ്കൂട്ടർ തടഞ്ഞു നിർത്തി തീ കൊളുത്തുകയായിരുന്നു ദമ്പതികളെ. അതിൽ മേരിയുടെ നില ഇപ്പോൾ ഗുരുതരമായി തുടരുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യം. നമ്മളൊരു പുതിയ സെഗ്മെന്റിലേക്ക് കടക്കുകയാണ്. ഒരു കാലത്ത് പ്രമാദമായതും ചർച്ച ചെയ്തതുമായ കേസുകളുടെയും സംഭവങ്ങളുടെയും ഇന്നത്തെ അവസ്ഥ എന്താണ് എന്നാണ് ഈ സെഗ്മെന്റിലൂടെ പരിശോധിക്കുന്നത്. വാർത്തകളായ സംഭവങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ട് കാണാം. എന്നിട്ടെന്തായി? ജോലിക്കായി പോയ മകൻ എവിടെയെന്നു പോലും അറിയാതെ കണ്ണീരോടെ കാത്തിരിക്കുകയാണ് ആലപ്പുഴ പുന്നപ്ര സ്വദേശി ബാബു തിരുമലയും കുടുംബവും. 2024 ജൂലൈ 18 വെറും 26 വയസ്സ് മാത്രമുള്ള വിഷ്ണുവിനെ ഇന്തോനേഷ്യയ്ക്കും മലേഷ്യയ്ക്കും ഇടയിലുള്ള മലാക്ക സ്റ്റേറ്റിൽ കപ്പലിൽ കാണാതാകുന്നത്. മുഖ്യമന്ത്രി മുതൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് വരെ പരാതി നൽകിയിട്ടും അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു വില്ലേജ് ഓഫീസിൽ നിന്നുപോലും രക്ഷകർത്താക്കളെ തേടി ഒരു അന്വേഷണവും വന്നില്ല. മുൻ സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായ പിതാവ് ബാബു സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുണ്ടായ കടുത്ത അവഗണന ഞെട്ടലോടെയാണ് വിവരിച്ചത്. വിഷ്ണുവിനെ കാണാതായിട്ട് 1 വർഷം തികയുകയാണ്. ഒരു വർഷം മുമ്പ് ഇന്തോനേഷ്യയ്ക്കും മലേഷ്യയ്ക്കും ഇടയിൽ മലാക്ക സ്റ്റേറ്റിൽ കപ്പലിൽ നിന്ന് കാണാതായ വിഷ്ണുവിന്റെ കുടുംബത്തോടൊപ്പമാണ് നമ്മളുള്ളത്. 1 വർഷമായി ഈ കുടുംബം വിഷ്ണുവിനെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചിട്ട്. പക്ഷേ നമ്മുടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ യാതൊരു ഇടപെടലും ഉണ്ടായില്ല എന്നുള്ളതാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായ വിഷ്ണുവിന്റെ അച്ഛൻ ബാബു നമ്മളോട് വ്യക്തമാക്കുന്നത്. എന്താണ് ഇത്രയും നാളത്തെ അന്വേഷണത്തിനിടയിൽ എന്ത് നീതിയാണ് ആ കുടുംബത്തിന് കിട്ടിയതെന്ന് ന്യൂസ് 18 പരിശോധിക്കുകയാണ്. അന്ന് നമ്മൾ 1 വർഷം മുമ്പ് കാണാൻ വരുന്ന ഘട്ടത്തിൽ ഈ അന്വേഷണത്തിന്റെ ഒരു തുടക്കത്തിലായിരുന്നു നിന്നിരുന്നത്. 1 മാസമായിട്ടും ഒരു വിവരവും മകനെ കുറിച്ച് ലഭിച്ചിരുന്നില്ല. ഇപ്പൊ ഇതിന്റെ എന്താണ് ഈ കേസിന്റെ അവസ്ഥ? നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ മുഴുവൻ മകന്റെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും ധരിപ്പിക്കുകയുണ്ടായി. കേന്ദ്ര ഗവൺമെന്റിൽ, സംസ്ഥാന ഗവൺമെന്റിൽ ഒക്കെ നമ്മൾ നിരന്തരമായിട്ട് ബന്ധപ്പെടുകയും കളക്ടർക്കുൾപ്പെടെ നമ്മൾ ഇവനെ കാണാനില്ലെന്നുള്ള പരാതി സമർപ്പിക്കുകയും ചെയ്തതാണ്. നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ ഈ 2 ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരു നീതിയും ലഭിക്കില്ല എന്ന് തുടർന്ന് വന്ന നാളുകളിലൂടെ ബോധ്യപ്പെട്ടപ്പോഴത്തേക്ക് ഇനി ഒരഭയം എന്നുള്ള നിലയിൽ കോടതിയാണ് നമുക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഹൈക്കോടതിയിൽ ഇവനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഇടപെടണം, കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം കൊടുക്കണം എന്നുള്ള നിലയിൽ പരാതി എന്നുള്ള നിലയിൽ ഒരു കേസ് ഫയൽ ചെയ്യുണ്ടായി. എന്നാൽ ഹൈക്കോടതിയിൽ നമുക്ക് നീതി കിട്ടിയില്ല എന്നുള്ളതാണ്. വിദേശത്ത് വെച്ച് നടന്നൊരു സംഭവത്തിൽ തങ്ങൾക്കിടപെടാൻ കേന്ദ്ര ഗവൺമെന്റിനോട് നിർദ്ദേശിക്കാൻ പറ്റില്ല എന്നുള്ള സമീപനമാണ് അല്ലെങ്കിൽ ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്ന് പോലും ഉണ്ടായത്. ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഇന്ത്യ ഗവൺമെന്റ് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അവർ തനതായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട, വിദേശകാര്യ വകുപ്പ് ഉൾപ്പെടെ ഷിപ്പിംഗ് മിനിസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോഴും എനിക്ക് വിമർശനപരമായിട്ട് പറയാനുള്ളത്. ലീഗൽ മെട്രോളജി വകുപ്പിൽ ദീർഘകാല സേവനം സർക്കാർ സർവീസ് നടത്തിയിട്ടുള്ള ഒരാളാണ് അല്ലെ. ഇങ്ങനൊരു പരാതിയുമായി സമീപിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രാദേശിക സംവിധാനങ്ങളെങ്കിലും, സർക്കാർ സംവിധാനങ്ങളെങ്കിലും ഈ വീട്ടിലേക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ എത്തിയിരുന്നു? സാധാരണ നമ്മളൊരു പരാതി ഏതെങ്കിലും ഓഫീസുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് പരാതി സ്വീകരിച്ചെന്നുള്ള മറുപടിയും
അതോടൊപ്പം തന്നെ തുടർന്ന് നടപടികൾ എന്ത് സ്വീകരിച്ചു എന്നുള്ളതിനെക്കുറിച്ചും വ്യക്തമാക്കാറുള്ളതാണ്. സർക്കാർ സംവിധാനം അങ്ങനെയാണുള്ളത്. പക്ഷെ ഞാൻ ഈ പരാതി കൊടുത്തിട്ട് എനിക്ക് ഒരിടത്തു നിന്നും നീതി കിട്ടിയില്ല എന്നുള്ളതാണ്, ഒരു മറുപടിയും കിട്ടിയില്ല എന്നുള്ളതാണ്. ഒന്ന് അന്വേഷിക്കുക പോലും ആരുടെയും ഭാഗത്ത് നാളിതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള വസ്തുത. ഈ വിവരങ്ങൾ തേടാനായി കളക്ടറേറ്റിലെയോ അല്ലെങ്കിൽ വില്ലേജിലെയോ അങ്ങനെ ഒരു പ്രാദേശികമായ ഒരു ഓഫീസേഴ്സും ഇവിടെ വന്നിട്ടില്ല എന്നതാണോ? ഇല്ല, ആരും തന്നെ എന്നെയോ കുടുംബത്തെയോ കാണാനായിട്ട് വന്നിട്ടില്ല. ഒരു വിവരവും ഒരു മറുപടിയും നമുക്ക് രേഖാമൂലമോ അല്ലാതെയോ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇതിനകത്ത് അന്ന് ഒരുപക്ഷെ ഒരു വർഷമായി കാണും. ഈ വിഷ്ണുവിന് അന്ന് സംഭവിച്ചത് എന്താണെന്ന് വിശദീകരിക്കാവോ? അത് അറിയാത്ത ആളുകളും ഉണ്ടാവുമല്ലോ. ജൂലൈ 17-ാം തീയതി വൈകുന്നേരമാണ് അവൻ എന്നെ വിളിക്കുന്നത്. എല്ലാ ദിവസവും വിളിക്കും, വിവരങ്ങൾ തിരക്കും. എന്നെയും വിളിക്കും, അമ്മയും പിന്നെ അവൻ്റെ സഹോദരിയോടും ഒക്കെ സംസാരിക്കും. അപ്പോൾ വളരെ കഴിഞ്ഞ വർഷം ജൂലൈ 17-ാം തീയതി വൈകിട്ട് ഇവിടെ നമ്മുടെ ഇന്ത്യൻ സമയം 7 മണി ആയപ്പോഴത്തേക്കാണ് എനിക്ക് കോൾ വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ ഇപ്പോൾ എങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ സിംഗപ്പൂരിലേക്ക് പോവുകയാണ്, ഇന്ധനം നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. സിംഗപ്പൂരിൽ നിന്ന് നേരെ ഞങ്ങൾ ചൈനയിലേക്ക് ചരക്കിറക്കാൻ വേണ്ടി പോകും എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഷോപ്പുള്ളതുകൊണ്ട് ചെറിയ തിരക്ക് എനിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് അവിടെ തിരക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മയെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ പിന്നെ അമ്മയെ വിളിക്കുകയാണ്. കുറേ നേരം സംസാരിച്ചു, അമ്മയോട് 10-15 മിനിറ്റ് സംസാരിച്ചു. പിറ്റേ ദിവസം ഇപ്പം അന്നേരത്തേക്ക് അമ്മയോട് പറഞ്ഞു, ഗുഡ് നൈറ്റ് പറഞ്ഞാൽ പോകുന്നു അമ്മയോട്. അവിടെ ഇപ്പോൾ ഏതാണ്ട് 9:30 കഴിഞ്ഞു, ഇനി കിടക്കട്ടെ എന്ന് പറഞ്ഞ് പോയതാണ്. പിറ്റേ ദിവസം രാവിലെ ഏതാണ്ട് ഇന്ത്യൻ സമയം 10 മണി ആയപ്പോഴത്തേക്ക് 18-ാം തീയതി 10 മണി ആയപ്പോഴത്തേക്ക് ഷിപ്പിലെ അധികാരികൾ എന്നെ നേരിട്ട് വിളിക്കുകയാണ്. വിഷ്ണുവിനെ കാണാനില്ല, 8 മണിക്ക് അവൻ ഡ്യൂട്ടിക്ക് ഹാജരാകേണ്ടതായിരുന്നു, ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വിഷമിക്കേണ്ട, ഷിപ്പ് വലിയ ഷിപ്പായതുകൊണ്ട് ഞങ്ങൾ എല്ലാ ഭാഗങ്ങളും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഉള്ള വിവരമാണ് അന്നേരം എന്നെ ധരിപ്പിച്ചത്. പിന്നീട് നമുക്ക് അവരെ ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് മിസ്സിംഗ് ആണ്, കടലിൽ വീണിട്ടുണ്ടാവാം എന്നുള്ള ഒരു അനുമാനത്തിലേക്കാണ് അവർ എന്നോട് സൂചിപ്പിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കളക്ടർ, SP തുടങ്ങി മുഖ്യമന്ത്രി, കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാർ, പ്രധാനമായിട്ടും സുരേഷ് ഗോപി, പിന്നീട് നമ്മുടെ MP KC വേണുഗോപാൽ, ഷിപ്പിംഗ് മിനിസ്റ്റർ, പിന്നെ ഷിപ്പിംഗ് കോർപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള ബന്ധപ്പെട്ട അധികാരികളെല്ലാം ഈ വിവരങ്ങൾ ഇവനെ കാണാനില്ല, മകനെ കാണാനില്ല, വിഷ്ണുവിനെ കാണാനില്ല എന്നുള്ളത് എല്ലാവരും ധരിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഒരിടത്തുനിന്നും KC വേണുഗോപാൽ മിനിസ്റ്റർ പിന്നെ പരാതി കൊടുക്കുകയും പേപ്പർ വർക്ക് നീക്കുകയൊക്കെ ചെയ്തതായിട്ട് നമുക്ക് മറുപടി കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു ഭാഗത്തു നിന്നും നീതി കിട്ടിയിട്ടില്ല. സുരേഷ് ഗോപി ആണെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, അന്ന് ന്യൂസ് 18 ലൈവായിട്ട് കാണിച്ചതാണ് കഴിഞ്ഞ വർഷം. അശോകൻ സുരേഷ് ഗോപിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് എൻ്റെ സുഹൃത്തിൻ്റെ മകനെ കാണുന്നില്ല, ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഇട്ട വോയിസ് മെസ്സേജ്, എൻ്റെ കയ്യിൽ നിൽക്കുന്നൊരു കേസല്ലിത്, വേറെ വകുപ്പായിരുന്നു നമുക്ക് ഇടപെടാമായിരുന്നു, ഇത് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വോയിസ് മെസ്സേജ് അതെൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം അങ്ങനെയാണ്, എന്നാൽ ഞാൻ ശ്രമിക്കാമെന്നുള്ള എനിക്ക് ആകാവുന്നത് ഞാൻ ചെയ്യാം, നോക്കട്ടെ എന്നുള്ള ഒരു ശ്രമം നടത്താമെന്നുള്ള പോലും മറുപടിയായിട്ടല്ല അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ്. ഒരു വർഷക്കാലമായി തങ്ങളുടെ മകന് എന്ത് സംഭവിച്ചു എന്ന് പോലും തിരിച്ചറിയാനാകാതെ ഒരച്ഛനും അമ്മയും ആലപ്പുഴ പുന്നപ്രയിലെ വീട്ടിലുണ്ട്. മുഖ്യമന്ത്രി മുതൽ കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന് വരെ പരാതി നൽകിയിട്ടും വില്ലേജ് ഓഫീസിൽ നിന്ന് പോലും ഒരു ഉദ്യോഗസ്ഥൻ വിഷ്ണുവിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ ഈ വീടിന്റെ പടി കടന്നെത്തിയിട്ടില്ല എന്നുള്ളതാണ് കടുത്ത അനീതി. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക് കൂടി. കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കോടതി രേഖകൾ പുറത്തുവിടാൻ ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗ്രാൻഡ് ജൂറി ട്രാൻസ്ക്രിപ്റ്റുകൾ വെള്ളിയാഴ്ച അൺസീൽ ചെയ്യാൻ തയ്യാറാണെന്ന് അറ്റോർണി ജനറൽ പാം ബോണ്ടി വ്യക്തമാക്കി. എന്നാൽ ജഡ്ജി രേഖകൾ പുറത്തുവിടാൻ കുറച്ച് സമയമെടുത്തേക്കാം.
2003 എപ്സ്റ്റീൻ എഴുതിയ വ്യക്തിഗത കുറിപ്പ് വിവാദമായിരുന്നു. എന്നാൽ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്ത വാർത്ത വ്യാജമാണ് എന്ന് പ്രസിഡന്റ് ആരോപിച്ചിരുന്നു. ഈ വാർത്ത ദുരുദ്ദേശപരവും അപകീർത്തികരവുമാണെന്ന് വിശേഷിപ്പിച്ച് പത്രത്തിനുമെതിരെ കേസ് കൊടുക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇനി നമ്മൾ പോകുന്നത് തലസ്ഥാന നഗരിയിലെ ഒരു ടീ ഷോപ്പിലേക്കാണ്. പ്രകൃതി ഒരുക്കിയ മനോഹര കാഴ്ചകൾ കൺകുളിർക്കെ കണ്ട് ഒരു ചൂട് ചായ ആസ്വദിച്ച് കുടിക്കാൻ കഴിയുന്ന ചായക്കട വിശേഷങ്ങളിലേക്ക്. ശംഖുമുഖത്ത് നിന്ന് തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയരികിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ കടലിങ്ങനെ ഇരമ്പി ആർക്കുകയാണ്. ആ മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ട് സായാഹ്നങ്ങളിൽ ഒരു ചായ കുടിക്കാനും ഒരു പഴംപൊരി തിന്നാനുമൊക്കെ ആഗ്രഹിക്കുന്നവർ എപ്പോഴും എത്തുന്ന ഒരു സ്പോട്ടിലേക്ക്, ഒരു ടീ സ്പോട്ടിലേക്കാണ് ഞാൻ ഇന്ന് പ്രേക്ഷകരെ എത്തിക്കുന്നത്, തലസ്ഥാനവാസികളെ എത്തിക്കുന്നത്. അതായത് ഇവിടേക്ക് എത്തുന്ന ആളുകൾക്ക് മുഴുവൻ എയർപോർട്ടിലേക്ക് പോകുന്നവർക്കും അല്ലാത്തവർക്കുമൊക്കെ ഇടവേളകളിൽ ആനന്ദകരമാക്കാൻ ഇവിടേക്ക് വരാൻ കഴിയും. അങ്ങനെ ഒരു മനോഹരമായ ഒരു സ്ഥലം മറ്റെങ്ങുമല്ല, ചായ് ജംഗ്ഷൻ. അതായത് ശംഖുമുഖത്ത് നിന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഒരുപാട് തിരക്കേറിയ ഈ സായാഹ്ന വിശ്രമ സ്ഥലം. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇവരുടെ ഈ റീൽസിലൂടെയും മറ്റും ഇതിന്റെ പേര് കേട്ട് ഇവിടേക്ക് എത്തുന്ന ഒരു സ്പോട്ടാണ്. എന്തായാലും ഇവിടുത്തെ ഭക്ഷണം എങ്ങനെയുണ്ട്, ചായ എങ്ങനെയുണ്ടെന്ന് നമുക്ക് തന്നെ ഒന്ന് നോക്കാം. You're all from Nagaland. I'm from Nagaland. How is the tea and snacks here? It's good. Good. Yeah. Is it your first time visiting? Yeah, first time. How is it? Nice. I like. Which one you like more? I like Chamande. This thing. Yeah. അപ്പൊ അത് തന്നെയാണ് ഞാനും പറയുന്നത്. ചേട്ടാ, ഒരു ബൂസ്റ്റ്, ഒരു മുട്ട മസാല, അതാണ് ഇവിടുത്തെ ഫേവറേറ്റ്. ഒരു മുട്ട മസാല, ഒരു കായ്പോളയും കൊടുത്താ. ഞങ്ങളിവിടെ സാധാരണയായി എത്തുമ്പോൾ പരീക്ഷിക്കാറുള്ള ഒരു പലഹാരമാണിത്. അതായത് മുട്ട മസാല, കായ്പോള, പിന്നെ ഇവിടെ ഭയങ്കര രുചികരമായ ഒരു ചമ്മന്തിയുണ്ട്. അപ്പോൾ ഈ ചമ്മന്തിയിൽ ഈ കായ്പോള ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് എനിക്ക് ഒരുപാട് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളാണ്. ഈ മുട്ട മസാലയും കായ്പോളയുമാണ് ഇവിടുത്തെ ഏറ്റവും രുചികരമായിട്ടുള്ള രണ്ട് ഫേവറേറ്റ് ഡിഷസ്. ഇതിനുവേണ്ടിയാണ് കൂടുതൽ ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറുനാടുകളിൽ നിന്ന് വരെ ഇവിടേക്ക് ആളുകൾ പറഞ്ഞു കേട്ടെത്തുന്നത് ഈ മുട്ട മസാല. അതാണ് ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റം. അപ്പൊ എന്തായാലും ഈ സ്ഥാപനത്തിന്റെ ഉടമ അനീഷ് മാർഷൽ എന്നോടൊപ്പം ചേരുന്നു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതായിരുന്നു. അപ്പൊ ഇപ്പം മഴ സമയമാണ്. അപ്പൊ എങ്ങനെയുണ്ട് വൈകുന്നേരം? തിരക്കുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ സാധാരണ എങ്ങനെയാണ് മറ്റ് സമയങ്ങളെ അപേക്ഷിച്ച് വരുന്നതാണ്, എന്നാലും കുഴപ്പമില്ല. തിരക്കൊണ്ട് നേരങ്ങളിലാണോ അതോ എപ്പോഴാണ്? വൈകിട്ട് 3 മണി തൊട്ട് രാത്രി 12 മണി വരെയാണ്. 12 മണി വരെ ഉണ്ട്. രാത്രി 12 മണി വരെയാണ്. അപ്പൊ ഇതെന്താണ് നമ്മുടെ സിഗ്നേച്ചർ ഐറ്റം? മുട്ട മസാല, പഴംപൊരി ബീഫ്, അതാണ് സ്ഥിരം പോകുന്നത്. പിന്നെ മുട്ട മസാല, മുട്ടമടക്ക്, സൽക്കാരപ്പെട്ടി, കായ്പോള എന്ന് പറയുന്ന കുറെ മലബാർ ഐറ്റംസ് വെച്ചിട്ട് വെറൈറ്റി ചായാസ്, അതായത് ജിഞ്ചർ ടീ, ലെമൺ ടീ, പാഷൻ ഫ്രൂട്ട് ടീ, അതുപോലുള്ള ഇതൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. ഒരു കഫേയാണ്. കഫേ ആയിട്ടാണ്.
അപ്പൊ ഈ തെറി ഇങ്ങനെ അടിച്ച് കയറുന്ന സമയങ്ങളുണ്ടായിരുന്നല്ലോ, ഈ റോഡിലേക്ക് തെറി അടിക്കും. അതെ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ഇവിടെ വാഹനങ്ങൾ നിർത്തുന്നതിനും ഇവിടേക്ക് ആളുകൾക്ക് എത്തുന്നതിനും ഒക്കെ ഒരു ഇതൊരു VIP റോഡാണ്. അപ്പൊ എപ്പോഴും VIP പാസിംഗ് ഉണ്ടാവും. അപ്പോ ഇപ്പൊ CM, ഗവർണർ ആരെങ്കിലും ഒക്കെ അങ്ങോട്ടോ VIP അത് പോവുകയാണെങ്കിൽ പോലീസ് വന്നിട്ട് ഇത് വയ്ക്കാൻ പറയും. ഇതിന്റെ ബാക്കിൽ തന്നെ സ്ഥലമുണ്ട്, അപ്പൊ പാർക്കിംഗ് അങ്ങോട്ടോട്ടാക്കും. അപ്പൊ അത് കഴിയുമ്പോൾ അങ്ങനെയാണ്, വേറെ ഇതായിട്ടൊന്നുമില്ല. പിന്നെ നല്ല സ്ട്രോങ് ആയിട്ട് ഇത് കെട്ടിയിരിക്കുന്നതുകൊണ്ട് ഇത് ഓക്കെയാണ്. അപ്പൊ ഈ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ളവർ ഇവിടെ വരാറുണ്ടല്ലേ, കേരളത്തിന് പുറത്തുനിന്നുള്ളവർ? കുറെ പേര് വരാറുണ്ട്. ഇടയ്ക്ക് കുറെ വ്ളോഗേഴ്സ്, കൊച്ചിയിലുള്ള കുറെ വ്ളോഗേഴ്സ് വന്ന് ഇവിടെ വീഡിയോ എടുത്തിട്ട് പോയി. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും ഈ വിമാനത്താവളത്തിലേക്ക്, ശംഖുമുഖത്തുകൂടി വിമാനത്താവളത്തിലേക്ക്, ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാർക്കും വൈകുന്നേരങ്ങളിൽ ഈ തലസ്ഥാനത്തുനിന്ന് ജോലിയുടെ തിരക്കും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ വിട്ട് ഒന്ന് അല്പനേരം ഒരു സന്തോഷത്തോടെ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ ശംഖുമുഖത്തുനിന്ന് ഒരു അല്പം കൂടി മാറി, ഒരു 500 മീറ്റർ കൂടി മാറി ഈ കാർഗോ സെക്ഷൻ അടുത്തുള്ള ഈ ചായ ജംഗ്ഷൻ എന്ന കടയിൽ വരാം. ഇവിടുന്ന് ചൂട് ചായയും പഴംപൊരിയും ബീഫും ഒക്കെ കഴിക്കാം. ഈ മനോഹരമായ കടലിന്റെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാം, മനം കുളിർക്കെ ആസ്വദിക്കാം. അപ്പോൾ ഇനി അടുത്ത ചായ സ്പോട്ടിലേക്ക് പ്രേക്ഷകരെ എത്തിക്കുന്നവരെ ഗുഡ് ബൈ. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. അപ്പോൾ ചായ കുടിക്കാൻ പുതിയൊരു സ്പോട്ട് കൂടിയായില്ലേ? അപ്പോൾ നമ്മുടെ രാവിലെയിൽ ഇനി കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാനുള്ള സമയമാണ്. പോലീസ് പെട്രോളുമായി ടോം കുര്യാക്കോസ് ചേരും.